ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഷക്കീന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, വിശ്വാസം എന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയേറെ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വാസം എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം, കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് വിശ്വാസം. അതെ, നാം ഓരോരുത്തരും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒരു കത്തോലിക്കരായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സാരാംശം എന്താണെന്ന് നോക്കിയാൽ, ഒന്ന് വിശുദ്ധ ഗ്രന്ഥം. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ ദൈവം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചു. അതിനുശേഷം വിശ്വാസികളുടെ പിതാവായ എബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസത്താൽ സർവ്വതും നീതീകരിക്കപ്പെട്ട വിശ്വാസികളുടെ പിതാവായ എബ്രഹാം. പിന്നീട് അങ്ങോട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഒന്നിനും കഴിവില്ലാത്തവനായി കണക്കാക്കിയിരുന്ന വിക്കനായിരുന്ന മോശയെ ദൈവം തമ്പുരാൻ വിമോചകനായി തിരഞ്ഞെടുക്കുന്നു. അവരുടെ മരുഭൂമിയുടെ യാത്ര, കനാൻ ദേശത്തെ പ്രവേശനം, അവിടെയൊക്കെയും ദൈവം പലതരത്തിലുള്ള അത്ഭുതങ്ങളിലൂടെയും പല ദർശനങ്ങളിലൂടെയും ദൈവം എന്താണെന്ന് തൻ്റെ മക്കളെ മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്തുള്ള ആ വിശ്വാസത്തിൻ്റെ തലങ്ങൾ. അതിനുശേഷം രാജാക്കന്മാരുടെ ഭരണകാലം, പിന്നീട് ന്യായാധിപന്മാരുടെ ഭരണകാലം, അതിനുശേഷം പ്രവാചകന്മാർ. ഓരോ പ്രവാചകന്മാരിലൂടെയും ദൈവം പലതരത്തിൽ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും തൻ്റെ ജനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്രമാണ് പഴയ നിയമത്തിലുള്ളത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വചനം മാംസമായ യേശുക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം, രണ്ടാമത്തെ വരവ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കുന്നതിൽ വിശ്വസിക്കേണ്ടത്. രണ്ടാമതായി സഭയുടെ പ്രബോധനം. വിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗമായിരിക്കുന്ന നമ്മൾ പരിശുദ്ധവും ഏകവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിൽ നമ്മൾ വിശ്വസിക്കുന്നു. സഭയുടെ പ്രബോധനങ്ങൾ, സഭയുടെ പഠിപ്പിക്കലുകൾ നമ്മൾ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വിശ്വാസം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളുടെ മുൻപിൽ വളരെയേറെ മാതൃകയോടുകൂടി വിശ്വാസ ജീവിതം നയിച്ച ആ മാതൃകയുള്ള നമ്മുടെ വിശ്വാസത്തെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. വളരെയേറെ കാറ്റഗറി ഉണ്ട്. ഞാൻ അതിൽ നിന്ന് പ്രത്യേകമായിട്ട് 2 തരം കാറ്റഗറിയാണ് എടുക്കുന്നത്. ഒന്ന് സിമ്പിൾ ഫെയ്ത്ത് അല്ലെങ്കിൽ പ്രൊവിഡൻഷ്യൽ ഫെയ്ത്ത്. എല്ലാറ്റിൻ്റെയും പുറകിൽ ദൈവകരം കാണാൻ സാധിക്കുന്ന ഒരു വിശ്വാസം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള വിശ്വാസം. എൻ്റെ ദൈവം, അത് നന്മയാകട്ടെ, നമുക്ക് തിന്മയെന്ന് തോന്നുന്നതാകട്ടെ, പരാജയമാകട്ടെ, വിജയമാകട്ടെ, സഹനമാകട്ടെ, എന്തിനേയും നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ, എൻ്റെ ദൈവം അറിയാതെ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം, അതാണ് ആ ലളിതമായ അല്ലെങ്കിൽ പ്രൊവിഡൻഷ്യൽ ഫെയ്ത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഉള്ള, അതായത് ലോജിക്കൽ ആൻഡ് എവിഡൻസ് ബേസ്ഡ് ഫെയ്ത്ത്. നമ്മൾ കാര്യങ്ങളെ കാര്യകാരണ സഹിതം പഠിച്ച് അപഗ്രഥിച്ച് സഭാപിതാക്കന്മാരുടെയും നമ്മൾ വളരെ ആധികാരികമായി പഠിച്ച് നമ്മൾ നേടുന്ന ഒരു വിശ്വാസം. ഒരു സാധാരണ മനുഷ്യരായ നമ്മൾക്ക് ഈ 2 തരത്തിലുള്ള വിശ്വാസവും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടുതലായിട്ട് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വിശ്വസിക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ് ലഭിക്കുന്നത്? നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന കുറേയേറെ അനുഗ്രഹങ്ങൾ. ഒന്ന്, അവർ നിത്യജീവൻ പ്രാപിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ മകനായ ഈശോ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്നു, നമ്മൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, നമ്മൾ മരിക്കുന്നില്ല.
അതുപോലെ തന്നെ നമുക്കൊരിക്കലും ദാഹിക്കുകയില്ല, നിങ്ങൾക്ക് വിശക്കുകയില്ല. ആത്മാവിനാൽ നമ്മൾ നിറയും. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം ആഴപ്പെടുന്നതനുസരിച്ച് യേശു ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് രക്ഷ പ്രാപിക്കും. ആകാശത്തിന് ഭൂമിക്കും മധ്യേ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള ആ വചനങ്ങള്, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയേറെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുന്നു. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിത്തീരുന്നു, ദൈവത്തിന്റെ സ്നേഹിതരായിത്തീരുന്നു. അങ്ങനെ നമ്മൾക്ക് സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇതൊക്കെ നമുക്ക് വിശ്വാസത്തിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഈ വിശ്വാസത്തിന്റെ മാതൃകയായിട്ടുള്ളവരെ കുറച്ചുപേരെ നമുക്ക് നോക്കാം. ഒന്ന്, പഴയ നിയമത്തിലെ അബ്രഹാം പിതാവ്, വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാം. ദൈവം അരുളി ചെയ്ത കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ എടുത്തു ചാടി ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ശ്രമിക്കുന്ന അബ്രഹാം. അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വിശ്വാസം വഴി സാധ്യമാക്കുന്ന അബ്രഹാം പിതാവിനെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നിമിഷം മുതൽ ഈ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ ശ്രമിക്കുന്ന പരിശുദ്ധ അമ്മ. ആ നിമിഷം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷം മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, സഹനങ്ങൾ ഉണ്ടായിരുന്നു, താഴ്ചകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പലപ്പോഴും ഒറ്റപ്പെടുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു. മകനെ ശരിക്കും തൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളിൽ കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും, അതുകൊണ്ടാണ് സ്വന്തം മകൻ കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പോലും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം നിറവേറട്ടെ, നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പറയാൻ സാധിച്ചത് ആ വിശ്വാസത്തിന്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ മുൻപിലുള്ള വിശ്വാസത്തിന്റെ മാതൃകയാണ് നമ്മുടെ വിശുദ്ധര്. വിശുദ്ധരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവരെ ഏറ്റുപറഞ്ഞത് സ്വന്തം രക്തസാക്ഷിത്വത്തിലൂടെയാണ്. അനേകം പേര് അമ്പുകൾക്ക് നേരെ, വന്യമൃഗങ്ങൾക്ക് നേരെ, തീപ്പന്തങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു മരണം ഏറ്റെടുക്കുവാനും താൻ വിശ്വസിക്കുന്ന ദൈവം സത്യദൈവമാണെന്നുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു അവരുടെ ആ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലായ രക്തസാക്ഷിത്വ മരണം. അതുപോലെ തന്നെ ആ വിശ്വാസത്തിന് ഇളക്കം തട്ടുവാൻ അവരുടെ കുരിശിനോ, നമുക്കറിയാം വിശുദ്ധ പത്രോസ്ലീഹ തലകീഴായി കുരിശിൽ മരിച്ചു. വിശുദ്ധ ഫിലിപ്പ്, ഒത്തിരി വിശുദ്ധര് ആ രീതിയിൽ പല രീതിയിൽ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്തവരാണ്. അപ്പോൾ അപ്പോഴെല്ലാം ദൈവത്തിന്റെ മുഖം നേരിട്ട് കണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നതുകൊണ്ടാണ് അവർക്ക് തൻ്റെ മരണം പോലും ഒരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് തീരുവാനായിട്ട് സാധിച്ചത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഈ മാതൃകകൾ മുൻപിൽ കാണുമ്പോൾ, നമ്മളുടെ വിശ്വാസം പല സമയങ്ങളിൽ ശോധന ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വ്യർത്ഥമായി പോകുന്നു എന്ന് തോന്നുമ്പോൾ, കാര്യങ്ങൾ തകിടം മറിയുമ്പോൾ, ഇല്ല എൻ്റെ ദൈവം അറിയാതെ എനിക്ക് ഇത് സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ എൻ്റെ ദൈവം അറിഞ്ഞാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം നാം ഏറ്റുപറയുന്നത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സത്യവിശ്വാസി ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയേറെ ത്യാഗപൂർണമായ ജീവിതത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തിനെതിരെ അനേകം അപവാദങ്ങളും കുപ്രചരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസികളായ നമുക്ക് വളരെയേറെ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിലെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും അതേറ്റു പറയാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുവാനും നമുക്ക് കടമയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം പരിശോധിക്കുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഈശോ ചെയ്ത അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണ്ട്, അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചവർ. ചിലവരുടെ സാക്ഷ്യം കേട്ടത് മൂലം വിശ്വസിച്ചവർ. പ്രത്യേകിച്ച് സമരിയക്കാരി സ്ത്രീയുടെ സാക്ഷ്യം മൂലം ആ ഒരു സമൂഹം മുഴുവനും ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു രംഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ വചനം വിശ്വസിച്ചതുകൊണ്ട്, പ്രത്യേകിച്ച് രാജസേവകന്റെ മകൻ സുഖപ്പെട്ട ആ രാജസേവകൻ, നിന്റെ മകൻ സുഖമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം വിശ്വസിച്ചതുകൊണ്ട് അങ്ങനെ ഈശോയിൽ വിശ്വസിച്ച ഒരു സമൂഹമുണ്ട്. പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത് കണ്ടുകൊണ്ട് ഈശോയിൽ വിശ്വസിച്ചവരുണ്ട്.
നമ്മൾ ഈ ഗണത്തിൽ ഏതിൽ പെടുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ കത്തോലിക്കാ സഭയുടെ അംഗങ്ങളായി ജനിച്ചതുകൊണ്ട് മാത്രം നമ്മൾ വിശ്വാസികളാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. അടുത്ത നമ്മുടെ സഭയുടെ പ്രബോധനങ്ങളുള്ള വിശ്വാസമാണ്. സഭ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള സഭയാണ്. പ്രത്യേകിച്ച് വിസിബിൾ ലെവലിലുള്ള സഭ, ഇൻവിസിബിൾ ലെവലിലുള്ള സഭ. വിസിബിൾ ലെവലിലുള്ള സഭ എന്ന് പറയുന്നത് നമുക്ക് കാണപ്പെടുന്ന സഭ, അതായത് നമ്മുടെ സഭയുടെ ആ സ്ട്രക്ചേർഡ് ചേർച്ച്, അതായത് നമ്മുടെ മാർപ്പാപ്പ, കർദിനാൾമാർ, ബിഷപ്പ്മാർ, നമ്മളുടെ വൈദികർ, സന്യസ്തർ, അൽമായർ, അതുമായി ചേർന്ന് ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങൾ, ഇവയൊക്കെയാണ് സഭയുടെ വിസിബിൾ ലെവൽ. അതേസമയം അവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തു പ്രവർത്തിക്കുന്നത് സഭയുടെ അദൃശ്യ തലത്തിലാണ്. അതായത് തൻ്റെ ശരീര രക്തങ്ങൾ കൊണ്ട് മുറിച്ചു നൽകപ്പെട്ട് സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെയുള്ള ഈശോയുടെ സാന്നിധ്യത്തിലുള്ള വിശ്വാസം. നമുക്ക് പലപ്പോഴും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, സഭയുടെ പഠിപ്പിക്കലിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നും സംശയമാണ്. അപ്പോൾ പരിശുദ്ധാത്മാനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയാണ്. അല്ലാതെ നമ്മെ നയിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ മാർപ്പാപ്പ പിതാക്കന്മാരിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വൈദികരിലൂടെ, നമ്മുടെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഭയെ നയിക്കുന്നതെന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇവരുടെ ആരുടെയും വ്യക്തിപരമായ കുറവുകൾ ഒരിക്കലും ഈ പരിശുദ്ധ സഭയുടെ കൃപയെ കുറയ്ക്കുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വൈദികരെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് ഒക്കെയും വളരെയേറെ ഫാസ്റ്റായിട്ട്, വളരെ നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതിന് സമ്മതം മൂളുകയോ അതിന് ചർച്ചയ്ക്ക് വിധേയമാവുകയോ ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ അറിയാതെ തെറ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമ്മളിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ വിശ്വാസത്തിനെതിരായ തെറ്റുകൾ നമുക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്, വിശ്വാസത്തിനെതിരായിട്ട് പ്രകടമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ എന്ത് തെറ്റാ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസത്തിനെതിരായിട്ട് ചെയ്യുന്ന തെറ്റുകളാണ്. ഒന്ന്, അവിശ്വാസം, നമ്മൾ വിശ്വസിക്കുന്നില്ല. അതായത് പാഷണ്ഡത, ഹെറസി, സിസം, അതൊക്കെയുണ്ട്. ഞാൻ ആ ഒരു കാറ്റഗറി അല്ല. നമ്മുടെ അനുദിന ജീവിതത്തിലെ, പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ. ഒന്ന്, കൗണ്ടർ വിറ്റ്നസ്. നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക്കര് ഇന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഒരു പാപമാണ് എതിർ സാക്ഷ്യം. കാരണം ഒരു കരണത്തെ അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന ഈശോയുടെ വചനം പാലിക്കുവാൻ സാധിക്കാതെ നമ്മൾ പലപ്പോഴും പലതിനെതിരായും പ്രതികരിക്കുവാനുള്ള ത്വര, അല്ലെങ്കിൽ ഒരു പ്രവണത നമ്മൾ കാണപ്പെടുകയാണ്. അത് നമ്മൾ അറിയാതെ തന്നെ നമുക്ക് എതിർ സാക്ഷ്യം നൽകിയാണ്. നമുക്കറിയാം, ക്രൂശിൽ മരിച്ച തമ്പുരാന് ഒറ്റ നോട്ടം കൊണ്ട് താഴെ തന്നെ കുരിശിച്ചവരെ തീ കത്തിക്കാൻ, കത്തിച്ചു കളയാനും വേണ്ടി ശക്തമായ അനുഗ്രഹമുള്ള തമ്പുരാൻ ഇവരെ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ കാണിച്ചു തന്ന തമ്പുരാൻ. പക്ഷെ നമ്മുടെ ഇന്നത്തെ അനുദിന ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനെതിരായി ചെയ്യുന്ന ഒരു തെറ്റ്. അതുപോലെ തന്നെയാണ് ന്യൂട്രാലിറ്റി, അതായത് ഒരു നിസ്സംഗത. നമ്മുടെ പേരിന് കളങ്കം വരത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പേര് ചീത്തയാകാതെ നമ്മുടെ പേര് കാത്തു സൂക്ഷിക്കുന്ന പല വിശ്വാസം. അതായത് നമ്മുടെ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ പലപ്പോഴും നല്ല മാന്യ വ്യക്തികളായി വിശ്വസിക്കുന്നു എന്നുള്ള പ്രവചനെ നമ്മൾ പലപ്പോഴും ജീവിച്ചു പോകുന്ന ഒരു പാപം നമ്മളിൽ വന്നുപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സൂപ്പർസ്റ്റിഷ്യൻസ്, അല്ലെങ്കിൽ അന്ധവിശ്വാസം. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന് എതിരായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും അതിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു ത്വര നമ്മൾ ഒരു തെറ്റായി നമ്മളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈസി ഗോയിങ്, വളരെ ലൈറ്റായിട്ട് എല്ലാത്തിനെയും എടുക്കുന്ന, ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ശുദ്ധീകരണ സ്ഥലം, അതൊക്കെ വെറുതെ പറയുന്നതാ. ഈ ലോകത്തിൽ നന്നായിട്ടൊന്ന് ജീവിക്കുക എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളെയും ലഘൂകരിച്ച് കാണുവാനായിട്ട് നമ്മെ ആ പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നോമ്പ്, വർജന, നമ്മുടെ വണക്കമാസങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, ത്യാഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൊന്ത, ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ, അല്ലെങ്കിൽ എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മളിൽ അറിയാതെ നമ്മളിൽ വന്നുപെടുകയും നമ്മൾ നമ്മുടെ
കത്തോലിക്ക വിശ്വാസത്തിനെതിരായി തെറ്റ് ചെയ്യുകയും ആണ് എന്നുള്ള ബോധ്യമില്ലാതെ പലപ്പോഴും ചെയ്തു പോകുന്ന ഒരു പാവമാണിത്. അതുപോലെ തന്നെയാണ് അടുത്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് അക്കൾച്ചറേഷൻ. സാംസ്കാരിക അനുരൂപണത്തിന്റെ ഭാഗമായിട്ട് പല വിശ്വാസ കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ളത് അറിയാതെ തന്നെ പല ആചാരങ്ങളും ദുരാചാരങ്ങളായി നമ്മളിലേക്ക് വന്നുപെട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ പരിശോധിച്ച് അതിനെ തിരുത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തില് ഈ അദൃശ്യ സഭയേക്കാൾ വിസിബിൾ ചർച്ചിന്, അതായത് നമ്മുടെ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക, നമ്മൾക്ക് സ്കൂളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ഒരു ബിസിനസ് മെന്റാലിറ്റിയിലേക്ക് നമ്മൾ അറിയാതെ മാറിപ്പോയിരിക്കുന്നു. അതിലുപരിയായിട്ട് അതിനാൽ തന്നെയും അതിൻ്റെ ഒരു ഭവിഷ്യത്തെന്നോണം നമ്മുടെ അനേകം സ്ഥലങ്ങളിൽ വിശ്വാസത്തിനെതിരായി മതമർദ്ദനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസമർദ്ദനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഡിജിറ്റൽ മീഡിയയുടെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ്, നമുക്കറിയാം ഒത്തിരിയേറെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പല പല അക്കൗണ്ട്സിലൂടെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളെ ലോകത്തിൽ അറിയിക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു വൈദികന് തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഒരു തെറ്റുപറ്റിയാൽ എന്ത് ഫാസ്റ്റായിട്ടെങ്കിലും എന്തുമാത്രം ആഘോഷപൂർണ്ണമായിട്ടാണ് അവരത് ആഘോഷിക്കുന്നത്. അതേസമയം നമ്മുടെ എത്രയോ വൈദികര് 52 കിലോമീറ്ററുകൾ നടന്ന് പല ദിവസങ്ങളായി നടന്ന് വെള്ളത്തിലൂടെയും മലയിലൂടെയും ഒക്കെ കുന്നുകൾ നടന്ന് കയറി വിശുദ്ധ കുർബാന ചൊല്ലുന്ന വൈദികരെ എനിക്കറിയാം. പ്രത്യേകിച്ച് ആഫ്രിക്കൻ നാടുകളിലൊക്കെയും വളരെയേറെ ത്യാഗത്തോടു കൂടി ചെയ്യുന്ന വൈദികരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ നാട്ടിൽ നോക്കി ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് നമ്മുടെ മെന്റലി ചാലഞ്ചഡ് അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകളെ ഇതൊക്കെ ആരെങ്കിലും നമ്മുടെ മീഡിയാസിൽ നമ്മുടെ കത്തോലിക്കര് പോലും പലപ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാത്തതിനുള്ള പ്രവണത, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനോ അതിനെ ഒന്നും ഇത് ചെയ്യുവാനോ നമ്മുടെ ഏതെങ്കിലും ഒരു മീഡിയ ശ്രമിച്ചിട്ടുണ്ടോ? അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മളും അതിന് ഒരു സപ്പോർട്ടായിട്ട് പോകുന്ന ഒരു പ്രവണത നമ്മളിലേക്ക് അറിയാതെ വന്നു പോയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ വരരുതേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കൊച്ചു തലമുറ, നമ്മുടെ കൊച്ചുമക്കളൊക്കെയും 2050 ആവുമ്പോഴേക്കും ശരിക്കും ഒരു മെഷീനായിട്ട്, അതായത് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയോ ദൈവം തന്നിരിക്കുന്ന ബോധമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ പൂർണ്ണമായിട്ടും ഇതിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ലേ നമ്മൾ ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല. എല്ലാവർക്കും ചെയ്യാമെങ്കിൽ നമുക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു മനോഭാവമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസം. ശരിക്കും നമ്മൾ അമേരിക്കൻ സർവേ പറയുന്നത് 100 പേരെടുത്താൽ വെറും 33 പേർക്ക് മാത്രമേ ഈ ശരിയായിട്ട് വിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ യൂക്കറിസ്റ്റിൽ വിശ്വാസമുള്ള മക്കളുള്ള എന്നാണ് സർവേ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വിശ്വാസത്തിന്റെ തലമെന്ന് പറയുമ്പോൾ അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു കത്തോലിക്ക സഭയിൽ ജനിക്കുവാനും ജീവിക്കുവാനും നമുക്ക് ലഭിച്ച അനുഗ്രഹത്തിനായി ദൈവത്തോട് നമ്മൾ എപ്പോഴും നന്ദി പറയണം. പ്രത്യേകിച്ച് നമ്മുടെ മക്കള്, നമ്മുടെ കൊച്ചുമക്കളൊക്കെ, നമ്മുടെ തലമുറ മുഴുവനും ഈ കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം ഇന്നത്തെ സെക്കുലർ ടീച്ചിങ്സ് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻസ് അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ട് ഏത് സഭയില് എവിടെയൊക്കെ ആണെങ്കിലും എങ്ങനെ വിശ്വസിച്ചാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, ദൈവം നമ്മളെ രക്ഷിക്കും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം അതല്ല പഠിപ്പിക്കുന്നത്. ആകാശത്തിന് ഭൂമിക്ക് മധ്യ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള വിശ്വാസം നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന് ഒരിക്കലും ചോർന്നു പോകാതിരിക്കുവാൻ നമ്മൾ കഠിന പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പള്ളിക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് വിശ്വാസത്തെ നമ്മൾ പ്രചരിപ്പിക്കുക? നമ്മൾ ആരും അറിയാതെ നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് പള്ളി വൃത്തിയാകുന്നതായിരിക്കും, ആരും നമ്മളെ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തെന്നിരിക്കില്ല, അല്ലെങ്കിൽ ആരും കണ്ടെന്നിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ തലമുടി താഴെ വീഴുന്നത് പോലും അറിയുന്ന തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, ദ ബുക്ക് ഓഫ് ലൈഫ്, നമ്മൾ ക്രിസ്ത എന്ന് പറയും, അതിൽ നമ്മുടെ പേര് എഴുതപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? അവിടെ നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനമുള്ളതാണ്. കാരണം നമ്മളെ ആരും സ്വീകരിച്ചില്ലെങ്കിലും, നമ്മുടെ അച്ഛൻ നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ തനതു വിധിയിൽ നാം മാത്രമാണ്. നമ്മൾ
അത്രയും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന ആരും കാണില്ല. ആ ദൈവസന്നിധിയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് നിന്ന് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടത്. ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ബോധ്യം നമുക്കില്ലാതെ പോകുന്നത് തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ ശോഷണമാണെന്ന് നമ്മൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലമില്ല എന്ന് വിശ്വസിക്കുന്ന പ്രവണതയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നാം ചെയ്യുന്ന ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതാണ് നമ്മൾക്ക് വിശ്വാസം പ്രഘോഷിക്കാൻ കിട്ടുന്ന ഒരു കത്തോലിക്കൻ എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മളെ കത്തോലിക്ക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവാം ദൈവമേ, സഭയുടെ ഭൗതിക ശരീരത്തിൽ ചേർന്ന് നിൽക്കുവാൻ, അതിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം. നന്ദി.